എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും ഉണ്ടാകാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കും. തിരുമേനിയുടെ പൂജയിൽ വിശ്വാസമുള്ളവർ മാത്രം കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകൂ. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ശിവപൂജ, വിഷ്ണു പൂജ, അതുപോലെ മഹാലക്ഷ്മി പൂജ, ഗണപതി പൂജ, എല്ലാ പൂജയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. പൂർണ്ണമായ വിശ്വാസത്തോട് കാണുകയും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇടുകയും ചെയ്താൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ടാകും. അതുപോലെ തന്നെ പോസിറ്റീവ് ചിന്തകളുമായി എല്ലാ ദിവസവും മുന്നോട്ട് പോവുക. നെഗറ്റീവ് ചിന്തകൾ ചിന്തിക്കാതിരിക്കുക. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക, എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്രതീക്ഷിതമായി സമ്പത്ത് വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ്. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദിവസം വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ ധനം തന്നെയാണ്. ഏത് വിധേനയും ഐശ്വര്യങ്ങൾ വന്നു ചേരും. ആ നാളുകാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ നാളുകാരെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. അശ്വതിയാണ് ഏറ്റവും ഐശ്വര്യമുള്ള നാൾ. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദിവസം വരും. പ്രതീക്ഷിക്കാത്ത സഹായങ്ങൾ ബന്ധുക്കളെ കൊണ്ട് അവർക്കുണ്ടാകും എന്നുള്ളതാണ്. അടുത്തത് മൂലമാണ്. മൂലത്തിനും ഇതുപോലെ തന്നെ ഐശ്വര്യമുള്ളൊരു ദിവസമാണ്. സാമ്പത്തികമായി വെച്ചടി കയറ്റമാണ്. പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള എല്ലാ സാധ്യതയും കാണും. അടുത്തത് പൂരാടമാണ്. പൂരാടത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദിവസം വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പുതിയ വീട് സ്വന്തമാക്കാനുള്ള എല്ലാ സാധ്യതയും കാണും. അടുത്തത് ഉത്രാടമാണ്. ഉത്രാടത്തിനും വെച്ചടി ഐശ്വര്യമാണ് ഈ ദിവസം ഉണ്ടാകുന്നത്. ശനിയുടെ മാറ്റം വളരെയധികം ഗുണം ചെയ്യുന്ന ഈ ദിവസം ഇവർക്ക് വളരെയധികം ധനങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ജോലിയില്ലാത്ത ഈ നാളുകാർക്ക് നല്ലൊരു ജോലി ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്കും വളരെയധികം ഐശ്വര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ ഈ പറയുന്ന നാളുകാരെല്ലാം ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഒരു കുടുംബാർച്ചന നിങ്ങൾ കഴിക്കുക, അത് നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകും. കുടുംബത്തിന് എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും വരാൻ ഏറ്റവും നല്ലൊരു ദിവസമാണ് ഈ പറയുന്ന ജൂലൈ 7, 8 ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ദിവസം എന്നാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ഈ ദിവസം വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി, ഐശ്വര്യത്തോടു കൂടി, സമാധാനത്തോടു കൂടി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പരിഹാരം ചെയ്യുക. അതുപോലെ ഈ ദിവസം നീല ഡ്രസ്സ് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിറങ്ങളൊരു പ്രത്യേകതയാണ്. അത് നമുക്ക് പോസിറ്റീവ് എനർജി തരാനും ഓരോ ദിവസങ്ങൾക്കും അതിൻ്റേതായ ഗ്രഹങ്ങൾക്ക് അതിൻ്റേതായ നിറങ്ങളും അതിൻ്റേതായ രീതിയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ ദിവസവും ഐശ്വര്യപൂർണ്ണമായും മംഗളകരമായും മാറിത്തി എന്നുള്ളതിൽ ഒരു സംശയവും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അതുപോലെ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ ഭക്തന്മാർക്കും തിരുമേനിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകും. പൂജയുടെ ഫലം നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ടാകും. അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ പേരും നാളും ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ ജ്യോതിഷത്തിന് ജാതിയോ മതമോ ഇല്ല. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ പൂജയിലെടുക്കാൻ നിങ്ങളുടെ പേരിടുക, നാളിടുക. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ, എല്ലാവർക്കും സമ്പത്തുണ്ടാവട്ടെ. അടുത്ത നാൾ എന്ന് പറഞ്ഞത് ആയില്യമാണ്. ആയില്യത്തിനും വെച്ചടി കയറ്റമാണ് ഈ ദിവസമുണ്ടാകും. സാമ്പത്തികമായി വളരെയധികം ഉയർച്ച ഈ ദിവസം ഈ നാളുകാർക്ക് വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അടുത്തത് ഭരണിയാണ്. ഭരണിക്കും വളരെയധികം ഐശ്വര്യമുള്ള ദിവസമാണ്. ഈ ദിവസത്തിൽ സമ്പത്തിൻ്റെ അഭിഷേകം ഈ നാളുകാർക്ക് വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുപോലെ എല്ലാ നാളുകാരും ഐശ്വര്യപൂർണ്ണമായി ഈ ദിവസം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുകയും ദാനധർമ്മം ചെയ്യുന്നതും വളരെയധികം ഗുണകരമായി ചെയ്യും. ഏത് പ്രവർത്തിക്കും നമ്മൾ ദാനം കൊടുക്കുന്നത് നമ്മളുടെ ഐശ്വര്യം വർദ്ധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ധനത്തിൻ്റെ വർധനവിന് പ്രധാനമായും ദാനധർമ്മം, മറ്റുള്ളവരെ സ്നേഹിക്കുക, സഹായിക്കുക, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കുറവുകൾ കാണാതെ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് നമ്മളുടെ ദുഃഖങ്ങൾ മാറ്റിയെടുക്കും. അതിലൂടെ എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതമുണ്ടാകും. നമ്മളുടെ മനസ്സിൽ ശാന്തി ഉണ്ടാവും, സമാധാനമുണ്ടാവും. എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു ദിവസം ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുക, കൂട്ടായി പ്രാർത്ഥന. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥന പൂജാമുറിയിൽ നടത്തുക. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ ചെയ്യുക. അതുപോലെ തന്നെ സഹജീവികളോട് കരുണ കാണിക്കുക. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. ഈശ്വരൻ്റെ അനുഗ്രഹം വളരെയധികം കിട്ടും. സഹജീവികളോടുള്ള സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും നാമങ്ങൾ ജപിക്കുക. ആ നാമജപത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിന് ശാന്തി ലഭിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ജീവിതം വരാൻ നമ്മൾ എല്ലാ ദിവസവും നാമജപം ഉണ്ടാവുക. അതുപോലെ വിളക്കുകൾ കത്തിക്കുക, നെയ്വിളക്ക് ഉപയോഗിച്ച് കത്തിക്കുക. അതൊക്കെ പോസിറ്റീവ് എനർജിയും മനസ്സിനും ശരീരത്തിനും എല്ലാ കുടുംബത്തിനും സമാധാനം ഉണ്ടാകും. അതുപോലെ ഈ പറയുന്ന നാളുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ.
തിരുമേനിയുടെ എല്ലാവിധ അനുഗ്രഹവും എല്ലാവർക്കും എല്ലാ ദിവസവും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. ഓം ലക്ഷ്മി നാരായണ.